സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസിൽ തടസ്സ ഹർജിയുമായി അഭിഭാഷകർ എത്തിയിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാനും കോടതി തയ്യാറായില്ല, അത് തള്ളുകയായിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളത് അതിവേഗം എടുത്ത ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തൻ്റെ വാദങ്ങൾ പൂർണ്ണമായും തനിക്ക് ഇക്കാര്യങ്ങൾ പൂർണ്ണമായും കോടതിക്ക് മുന്നിൽ അറിയിക്കാൻ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അഭിഭാഷകൻ അജീഷ് കളത്തിൽ വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതിയിൽ നിന്നും ഇത്തരത്തിൽ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം അത് എത്രത്തോളമാണ് എന്നുള്ളത് അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി ഉണ്ടാകുമായിരുന്നു എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടായത്. എന്നാൽ എന്താണ് ഈ റിപ്പോർട്ട് എന്നും ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ത് എന്നുള്ളത് കോടതി നേരത്തെ പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുമാണ് ഈ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ റിട്ട് ഹർജി നൽകിയിരുന്ന അഭിഭാഷകൻ അജീഷ് കളത്തിൽ ചേരുകയാണ് 24-നൊപ്പം. എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം ഈ ഹർജി? ഞാനതൊരു ഒരു തടസ്സ ഹർജി ഉന്നയിച്ചിരുന്നു. റിട്ട് പെറ്റീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. പക്ഷേ അത് സാധാരണഗതിയിൽ ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഈ കേവിയറ്റ് പെറ്റീഷൻസ് അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ആർ യു ദ സ്റ്റേറ്റ് എന്നൊരു ക്വസ്റ്റ്യനാണ് എന്നോട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാദഗതി ഉന്നയിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്, നമുക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. എങ്കിലും ഞാൻ എൻ്റെ റിട്ട് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതേസമയം വളരെ പെട്ടെന്നാണ് നടപടികൾ നടന്നത്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് വിശദീകരിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ല എന്ന് തോന്നുന്നു? തീർച്ചയായും ലഭിച്ചില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അതായത് ഈ കേരള ഹൈക്കോർട്ടിൻ്റെ, അതായത് സിദ്ദിഖിൻ്റെ ബെയിൽ ഓർഡർ ഡിസ്മിസ് ചെയ്തിരിക്കുന്ന ബെയിൽ ഓർഡറിൽ പാര നമ്പർ 24 അതിൽ കേരള ഹൈക്കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ റെഫർ ചെയ്തിട്ടാണ് ഒരു ഡിസ്മിസൽ ഓർഡർ പാസ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഹേമ കമ്മിറ്റി അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ 8 years ഡിലേ എങ്ങനെ വന്നു എന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനാണ്. ഡിലേ ഇൻ FIR, ലോഡ്ജിങ് ഇൻ FIR, ഡിലേ ഇൻ 2 ways ഈസ് ഫാറ്റൽ, ദാറ്റ് ഈസ് എ ലോ. പക്ഷേ ഈ സെക്ഷൽ ഒഫൻസസിൽ ഡിലേ ഇൻ FIR അതിന് പല കാരണങ്ങളുണ്ട്. വിക്ടിംസിന് പല കാരണങ്ങളുണ്ടാവാം. അവർക്ക് അവരനുഭവിക്കുന്ന സ്റ്റിഗ്മ, സോഷ്യൽ സ്റ്റിഗ്മ, ഇതുമൂലം അവർ മുന്നോട്ട് വരാൻ റെഡിയാകുന്നില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം, അതിലാണ് ആൾക്കാർ ഈ പോലീസിനെ സമീപിക്കാനും മറ്റു കാര്യങ്ങളും FIR മറ്റു കാര്യങ്ങളിൽ നീങ്ങിയത്. അതായത് ഇൻഡിവിജ്വൽ കംപ്ലൈൻറ്റിൻ്റെ ബേസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോഗ്നൈസബിൾ ഒഫൻസസ്, മൾട്ടിപ്പിൾ കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ആയിട്ടും പോലീസ് അതിൻ്റെ ബേസിൽ FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് റെഡിയാകുന്നില്ല. അപ്പോൾ എന്നുള്ളതാണ് പറയാം. അപ്പോൾ അതായത് സംസ്ഥാന സർക്കാരിന് ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചില്ല എന്നാണോ, അവസരം ലഭിച്ചില്ല എന്നാണോ? സംസ്ഥാന സർക്കാരിൻ്റെ ആ ഡിലേ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകുവാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് സാധിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. കാരണം ദ വിക്ടിംസ് ഇൻ ദിസ് കേസ് വാസ് ക്രിമിനലി ഇൻറ്റിമിഡേറ്റഡ്, ദേ വെയർ സൈലൻസ്ഡ്, സോ ദേ കുഡ് നോട്ട് കം ടു ലൈറ്റ്, ദേ കുഡ് നോട്ട് അപ്രോച്ച് ദ പോലീസ് അതോറിറ്റീസ്. അതിജീവിതയുടെ തടസ്സ ഹർജി ഉണ്ടായിരുന്നു, അവരുടെ അഭിഭാഷക സ്വീകരിച്ചൊരു അവരുടെ അഭിഭാഷക സ്വീകരിച്ചത് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഞാൻ എന്തായാലും റിട്ട് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകും. അതിൽ എന്തായാലും ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എല്ലാവർക്കും നീതി വേണമല്ലോ. റിജിത്ത, ഇക്കാര്യത്തിൽ പോരാട്ടം തുടരും, എല്ലാവർക്കും നീതി വേണമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിട്ട് ഹർജി അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഈ കേസിൽ പ്രധാനമായും വളരെ ചുരുങ്ങിയ ഒരു വാദം, നടപടിക്രമങ്ങൾ മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും സിദ്ദിഖിന്റെ അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോത്തഗി ഉന്നയിച്ച ഈ കേസിൽ എടുത്ത കാലതാമസം, 8 വർഷത്തിലേറെ സമയമെടുത്തു പരാതി നൽകാൻ എന്നുള്ള പ്രധാന വാദം, അതിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു കോടതി തീരുമാനം എടുത്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിലുള്ള സർക്കാരിന്റെ വിശദീകരണവും തുടർന്ന് ഉടൻ തന്നെ കോടതി ഇക്കാര്യം സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും തുടർന്ന് 2 ആഴ്ചത്തേക്ക് ശേഷം വീണ്ടും പരിഗണിക്കാൻ നീട്ടിവെക്കുകയും അതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനവും എടുക്കുകയായിരുന്നു. മറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് എന്നോ, അത് വരാനുണ്ടായ സാഹചര്യം എന്ത്, ഇത്തരത്തിൽ പരാതി ഉയരാനുണ്ടായ സാഹചര്യം എന്ത് എന്നീ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വാദങ്ങളിലേക്കോ മറ്റും കോടതി പോയില്ല. മറിച്ച് അത് വിചാരണ
വിചാരണയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കട്ടെ, ഒപ്പം അന്വേഷണവും നടക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് സുപ്രീം കോടതി എടുക്കുകയായിരുന്നു. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഉടൻ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിൽ ഈ അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം സിദ്ദിഖിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ അഭിഭാഷകർ സുപ്രീം കോടതി മുകുൾ റോത്തഗിയുടെ ഓഫീസിൽ നിന്ന് പോലും എത്രത്തോളം അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഏറ്റവും മോശം ഒരു തീരുമാനം പോലും, അത്തരത്തിലുള്ളൊരു സാഹചര്യം പോലും പ്രതീക്ഷിച്ചിരിക്കാനുള്ള നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് തിരിച്ചടി ഉണ്ടായാൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം, എന്ത് സമീപനം സ്വീകരിക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നിയമോപദേശം തേടിയിരുന്നു. ഇത്തരത്തിൽ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഈ കാലയളവിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞിട്ടുണ്ട്.